ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടച്ചതോടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി 50% വർദ്ധിച്ചുവെന്ന് ഞങ്ങളുടെ ഡി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ ക്രൂഡ് ഓയിലുമായി ഇന്ത്യൻ മഹാസമുദ്രം, ചെങ്കടൽ, സൂയസ് കനാൽ എന്നിവിടങ്ങളിലുള്ള കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിടുമെന്നും വാർത്തയുണ്ട്. ബൽറാം നെടുങ്ങാടി, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം രൂപപ്പെടുന്ന രാജ്യത്ത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. നമ്മുടെ റഷ്യയിൽ നിന്ന് 50%-ലധികം എണ്ണ നമ്മൾ വാങ്ങാൻ പോകുന്നു, നമുക്ക് ലഭിക്കുന്നു എന്നുള്ള വിവരം. ബൽറാം, ഈ വാർത്തയുടെ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ധന പ്രതിസന്ധി രാജ്യത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട്. US അതിനായി അനുമതി കഴിഞ്ഞയാഴ്ച നൽകിയിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടികൾ ഉണ്ടായിരിക്കുന്നു. ഈ ഹോർമൂസ് കടലിടുക്ക് 28-ന് സംഘർഷം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഏതാണ്ട് ആ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം അടഞ്ഞ മട്ടാണ്. അത് ഇന്ത്യയെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ തുടർന്ന് പിന്നീടുള്ള ഈ 11 ദിവസങ്ങളിലായി ഈ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിൽ 50%-ഓളം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഏതാണ്ട് 0.7 ദശലക്ഷം ബാരൽ എണ്ണയായിരുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ പ്രതിദിനം ഇറക്കുമതി ചെയ്തിരുന്നത് എങ്കിൽ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി 1.5 ദശലക്ഷം ബാരൽ എണ്ണയായി ഉയർന്നിരിക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി. ഈ പ്രതിസന്ധി തുടർന്നാൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം 2 ദശലക്ഷം ബാരലിലേക്ക് ഉയർന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മാർച്ച് ആദ്യവാരം വരെ 130 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇതിനകം തന്നെ കപ്പലുകളിലുണ്ട്. വിവിധ ഇടങ്ങളിലായി ഇന്ത്യൻ മഹാസമുദ്രം, ചെങ്കടൽ, ഒപ്പം തന്നെ സൂയസ് കനാൽ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് ഈ കപ്പലുകൾ ഉള്ളത്. ഈ കപ്പലുകൾ ഇന്ത്യൻ തീരങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ അത് പ്രതിദിനം 2 ദശലക്ഷം ബാരലിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകും. ഈ ഇന്ത്യ-US വ്യാപാര കരാറിനെ തുടർന്നായിരുന്നു റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഫെബ്രുവരി മാസത്തോടെ ഇന്ത്യ കുറച്ചത് വലിയ തോതിൽ. അത് ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കൂടും ഈ പ്രതിസന്ധി തുടർന്നാൽ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.